ഓക്കെ, റെഡിയാണോ എല്ലാവരും? റെഡിയാണ് മാഡം. റെഡിയാണ് മാഡം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എവിടെ നിർത്തി എന്നൊക്കെ വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? ആർക്കും ഓർമ്മയില്ല? ഹലോ ഹലോ, എന്തത് കട്ടായി പോയാ? ഇല്ലല്ലോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്തു നമ്മള്. ഇത് നമ്മളിപ്പോ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടില്ലല്ലോ. ആരും മിണ്ടാത്ത എന്ത് ചെയ്യും? നമ്മൾ ഓൾ മ്യൂട്ട് കൊടുക്കുമ്പോ നിങ്ങൾ സംസാരിക്കണ്ട, എന്തെങ്കിലും അവിടെ ടൈപ്പ് ചെയ്യോ എന്തെങ്കിലും റിയാക്ഷൻസ് ചെയ്യാം. അല്ലാതെ നമ്മളൊന്ന് എന്തെങ്കിലും പറയാൻ പറയുമ്പോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മിണ്ടിക്കോ. നിങ്ങളുടെ സൗണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഓൾ മ്യൂട്ട് കൊടുത്താൽ ശരിയാണ്, പിന്നെ നിങ്ങൾ മിണ്ടാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർക്കാട്ടാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ മെഡിക്കൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് ഇൻഷുറൻസ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ നമ്മൾ പറയുകയും ചെയ്തു അല്ലെ. അപ്പൊ നമുക്കറിയാം ഇന്ന് നവഡേയ്സ് നമുക്കറിയാം ഏത് ആളുകൾക്കും ഒരു എന്താ പറയാ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയാം അല്ലെ. നമ്മൾ എടുക്കുന്ന വണ്ടികള്, നമ്മുടെ മൊബൈൽ ഫോണുകൾ, വാല്യുബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. ഇന്ന് ഇതെല്ലാം തന്നെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടാണ്. ഒരു ഇൻഷുറൻസിന്റെ പല ടൈപ്സ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. ജനറൽ ഇൻഷുറൻസിൽ നമ്മുടെ ഗുഡ്സ്, പ്രോപ്പർട്ടീസ് ഒക്കെ ഇൻഷുർ ചെയ്യുന്നതാണ്. ലൈഫ് ഒരാളുടെ ലൈഫിനെ ഇൻഷുർ ചെയ്യുന്നതാണ് അല്ലെ. നമ്മളുടെ എപ്പോഴാണ് നമുക്ക് ഇൻഷുർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക? എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? എപ്പോഴായിരിക്കാം? ബിക്കോസ് ലൈഫ് ഇൻ നെക്സ്റ്റ് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ അല്ലെ. ആ സമയത്താണ് ആളുകൾ ഇൻഷുറൻസ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുക. അതായത് തൊട്ടടുത്ത നിമിഷത്തിൽ അടുത്ത മൊമെന്റിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അൺസർട്ടൺ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയില്ല തൊട്ടടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കും. നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടീസിന്, നമ്മുടെ വസ്തുവകകൾക്ക്, നമ്മൾ ഓരോ ജീവിതത്തില് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അതായത് നമുക്ക് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി, നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സംഭവമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് മെഡിക്കൽ ഇൻഷുറൻസ്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് എന്നതിനെ കുറിച്ച് മാത്രമാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. ജനറൽ ഇൻഷുറൻസ് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസിനൊക്കെ വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് ആണ്. ഇവിടെ നമുക്ക് എന്താ പറയാ മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസിനെ കുറിച്ച് കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബിഫോർ സ്റ്റഡിങ് വാട്ട് ഈസ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പുതിയ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ബിഗിനിങ് ഓഫ് ദ ചാപ്റ്റർ നമുക്ക് തന്നിരിക്കുന്നത് കുറെ ടേംസ് ആണ്. കുറെയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. എനിക്കറിയാം കുറെ ഇപ്പൊ ചിലപ്പോ ബികോം ഒക്കെ പഠിച്ച ആളുകളൊക്കെ ആണെങ്കിൽ കുറെ പേരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് ബോറടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ബാക്കി എല്ലാവർക്കും വേണ്ടി ഇത് പറയേണ്ടി വരും അല്ലെ. നമ്മൾ ബികോമിലൊക്കെ ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ കേട്ടത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. അപ്പൊ ഈ വേർഡുകളും ഈ ടേമുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയില്ല. അപ്പൊ സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയാം? ഇറ്റ് ഈസ് വിച്ച് ദാറ്റ് മീറ്റ്സ് അവർ മെഡിക്കൽ എക്സ്പെൻസസ്
റിലേറ്റിംഗ് ടു എനി ഡിസീസ് ഓർ ആക്സിഡന്റ്. നമുക്ക് ഉണ്ടാകാവുന്ന, നമ്മുടെ ഭാവിയിൽ നമുക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങള്, ചില ആക്സിഡന്റുകള്, അത് മീറ്റ് ചെയ്യാം. എന്ത് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകും, അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അത് മീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് ആ ഒരു ഇതില് നമുക്ക് വരുന്ന ചില ഡിസീസസ്, അതുപോലെ തന്നെ ചില ആക്സിഡന്റ്സ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെൻഡിച്ചർ, നമുക്ക് വരുന്ന ചെലവുകളെ മീറ്റ് ചെയ്യുന്നതാണ്, മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ആൻ ഇൻഷുറൻസ് ദർ ആർ മെയിൻലി ടു പാർട്ടീസ്. പ്രധാനമായിട്ടും ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് രണ്ട് ആളുകളാണ് ആ ഒരു ഇൻഷുറൻസിനകത്ത് എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്ന എഗ്രിമെന്റിൽ ഉള്ള രണ്ട് പാർട്ടീസ്, രണ്ട് വ്യക്തികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ, വൺ ഈസ് ഇൻഷുറർ ആൻഡ് അതർ വൺ ഈസ് ഇൻഷുർഡ്. ഇൻഷുററും ഇൻഷുർഡുമാണ് എന്താ പറയാ ദ പാർട്ടീസ് ബിലോങ്ങിങ് ടു ഇൻഷുറൻസ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് വ്യക്തികൾ, പ്രധാനമായിട്ടും ഇൻഷുറർ എന്നും ഇൻഷുർഡ് എന്നും ആണ് അവരെ നമ്മൾ വിളിക്കുക. ആൻഡ് ഹു ഈസ് ഇൻഷുർഡ് ആൻഡ് ഹു ഈസ് ദ ഇൻഷുറർ. നമുക്ക് നോക്കാം ആരാണ് ഇൻഷുർഡ്. ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ ഓർ ദ ബിസിനസ് ഹു ഈസ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് എനി ലോസ് ഒക്കർ. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ വരുമ്പോൾ ആ നഷ്ടം പരിഹരിച്ച് കിട്ടുന്ന വ്യക്തി, അതായത് ആ ഇൻഷുറൻസിന്റെ ബെനഫിറ്റ് കിട്ടുന്ന വ്യക്തിയാകാം, ബിസിനസ് സ്ഥാപനങ്ങളാകാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഷുർഡ് എന്ന് വിളിക്കുക. അതെ, ഇൻഷുറൻസിന്റെ എമൗണ്ട് കിട്ടുന്ന ആള്, അതായത് ആ നഷ്ടം പരിഹരിച്ച് കിട്ടുന്ന ആള്. നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിലുള്ള ഏതെങ്കിലും ഡിസീസസ്, ആക്സിഡന്റ്സ്, അതിന് നമുക്ക് കിട്ടുന്ന മെഡിക്കൽ എക്സ്പെൻസസ്, അത് ആർക്കാണോ കിട്ടുന്നത് ആ വ്യക്തിയെ നമ്മൾ ഇൻഷുർഡ് എന്നാണ് വിളിക്കുക. അപ്പൊ ആ സെന്റൻസിൽ ഒരു ചെറിയ തെറ്റുണ്ട് എന്നുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പോകുക. ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഒക്കേഴ്സ്. അവിടെ കുത്തുന്നു, ഫുൾ സ്റ്റോപ്പ് ആണ്. ഒക്കേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈസ് നോൺ ആസ് ദ എന്നുണ്ട്, അതവിടെ വെട്ടിയേക്കാം, അത് വേണ്ടാത്ത സാധനം. ഈസ് നോൺ ആസ് ദ എന്നുള്ളത് സ്ട്രൈക്ക് ചെയ്യുക, സെന്റൻസ് അവിടെ കംപ്ലീറ്റഡ് ആണ്. ഇഫ് ദ ലോസ് ഒക്കേഴ്സ്. അപ്പൊ ഇൻഷുർഡ്, അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്, ഏത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് വ്യക്തികളാണ് ഉള്ളത്, ഒന്ന് ഇൻഷുർഡും ഒന്ന് ഇൻഷുറർ. അപ്പൊ ഇൻഷുർഡ് ആരാണെന്ന് മനസ്സിലായല്ലോ? ദ പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ ഹു ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഒക്കേഴ്സ്. നഷ്ടം വരുമ്പോൾ ആ നഷ്ടം പരിഹരിച്ച് കിട്ടുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. വ്യക്തിയാകാം, വ്യക്തിഗത സ്ഥാപനങ്ങൾ, അതായത് ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. ഇന്ന് ബിസിനസിന്റെ ഓവറോൾ എംപ്ലോയീസിന്റെ പേരിലൊക്കെ ആളുകളൊക്കെ ഇന്ന് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ബിസിനസിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ, ജോയിന്റ് ലൈഫ് പോളിസി ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ബിസിനസ് എന്ന വാക്ക് കൂടി അവിടെ ചേർത്തങ്ങനെ. അപ്പൊ ഇഫ് ദ ലോസ് ഒക്കർ വരെയുള്ളൂ സെന്റൻസ്. ഈസ് നോൺ ആസ് ദ എന്നുള്ളത് വെട്ടിക്കളയാം. And who is an insurer? Insurer is the company that agrees to pay the compensation. ഈ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് എഗ്രി ചെയ്യുന്ന, സമ്മതിക്കുന്ന കമ്പനിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഷുറർ. That means the insurance company itself. ഇൻഷുറൻസ് കമ്പനിനെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. അവിടെയും ഇൻഷുറർ ഈസ്, അവിടെ ഇൻഷുറർ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഫുൾ സ്റ്റോപ്പ് അങ്ങനെ ഇങ്ങനൊക്കെ മാറി കിടക്കാണ്, പറ്റിപ്പോയത്. നിങ്ങൾ തിരുത്തിയേക്ക. ഇൻഷുറർ ഈസ് ദ കമ്പനി. ആ ഈസിന്റെ ഐ ക്യാപിറ്റൽ ലെറ്റർ വേണ്ട. ഇൻഷുറർ എന്ന് പറയുന്നത് കമ്പനിയാണ്. ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ തരാമെന്ന് ഏൽക്കുന്ന കമ്പനിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഷുറൻസ്. സോ ദർ ആർ ടു പാർട്ടീസ് ടു ആൻ ഇൻഷുറൻസ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളാണ് ഉള്ളത്, ഒന്ന് ഇൻഷുർഡും ഒന്ന് ഇൻഷുററും. എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? വേഗം ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വേഗം അടുത്തയിലേക്ക് പോകാം. പെട്ടെന്ന് ഒന്ന് റിയാക്ട് ചെയ്താൽ, അതർവൈസ് ഞാൻ മിണ്ടൂല്ല, പറയില്ല, അങ്ങനെ പോകട്ടെ. നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതിനാ, നിങ്ങളൊന്ന് വേഗം റിപ്ലൈ തന്നോ? ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടെന്നും എനിക്ക് ഉറപ്പിക്കാം, അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും എനിക്ക് കൺഫേം ചെയ്യാം. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ടീച്ചർക്ക് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ, കഴിഞ്ഞോ, മതിയോ, വേണോ, ഇനി പറയണോ എന്നൊക്കെ ചോദിക്കുന്നതെന്ന് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, യെസ്. ഇനി വീണ്ടും അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇൻഷുറൻസിന്റെ കുറച്ച് ടേംസ് പഠിച്ചിട്ടേ ബാക്കി അഗാധമായ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടേം ഇതാണ്, പ്രീമിയം. എന്താണ്? ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. അവിടെയും ചില കാര്യം വിട്ടുപോയി. ഈസ് കോൾഡ് പ്രീമിയം എന്നവിടെ ഇല്ല, അതൊന്ന് എഴുതിയേ. ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. പ്രീമിയം എന്നുള്ളത് അവിടെ എഴുതണം. ഈസ് കോൾഡ് പ്രീമിയം ഒന്ന് എഴുതി ചേർക്കുക. അറിയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ഉച്ചയായതുകൊണ്ടാണോ റിയാക്ഷൻസിന്റെ അളവോ എണ്ണമൊന്നും ഇല്ലെന്നോ ഇപ്പുറത്തുണ്ടോ നോക്കട്ടെ.
നമ്മളിവിടെ പ്രസന്റ് ചെയ്തതുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. അത് ഈ അധികത്തിരിക്കുന്ന ആളുകൾ ഒന്നുകൂടി ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്യും. ഒന്നുകൂടി പറയണോ? ദ മണി ദാറ്റ് ഇസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ. അതായത് നമുക്കറിയാലോ ഇൻഷുറൻസ് കിട്ടുന്നത് എങ്ങനെയാ? നമ്മൾ ഒരു നിശ്ചിത തുക മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴോ അത് അതിന്റെ ഇൻഷുറൻസിന്റെ നേച്ചർ അനുസരിച്ച് മാറും അടയ്ക്കേണ്ട തവണകളായിട്ട്. അപ്പൊ അങ്ങനെ തവണകളായിട്ട് നമ്മൾ അടയ്ക്കുന്ന ആ എമൗണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീമിയം. പ്രീമിയം എന്നാണ് വിളിക്കുക അതിനെ. The amount which is paid by the insured to the insurer is called premium. Is called premium എന്ന് അവിടെ ഇല്ല, അതൊന്ന് നിങ്ങൾ എഴുതി ചേർക്കണം. കാരണം ഇത് ആ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ടേംസ് തുടങ്ങി നമ്മുടെ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്ന ടേം വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ടേംസ് എല്ലാം. ആ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന എല്ലാ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഇനി വേറെ ഒന്നും മാർക്ക് ചെയ്യാനൊന്നും എന്നോട് ചോദിക്കേണ്ട. ബിക്കോസ് ആ ഒരൊറ്റ പാരഗ്രാഫ് പോലെ കുറെ ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യം. ഓക്കെ, പ്രീമിയം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് വാട്ട് ഇസ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ഇനി അടുത്ത് പറയുന്നത്. ഇറ്റ്സ് എൻ എഗ്രിമെന്റ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഇൻഷുറൻസ് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഇൻ വിച്ച് ദ ഇൻഷുറർ agrees to pay a specific amount for the health insurance cover at a particular premium. ഒരു പർട്ടിക്കുലർ പ്രീമിയം നമ്മളിൽ നിന്ന് ഈടാക്കി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി സമ്മതിക്കുന്നതാണ് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നമ്മൾ പരിഹരിച്ചു തരാം എന്നുള്ളൊരു സമ്മതമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു എഗ്രിമെന്റ്, ഒരു കരാറാണ്. ആരൊക്കെ തമ്മിലുള്ള കരാറായിരിക്കും? ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള കരാറ്. എന്താണ് ഇൻഷുറർ സമ്മതിക്കുന്നത്? അതായത് നിങ്ങളുടെ കോമ്പൻസേഷൻ, നിങ്ങൾക്ക് നഷ്ടം വരുമ്പോൾ അത് തരാം. മെഡിക്ലെയിം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് തരാം. എങ്ങനെയാണെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ പ്രീമിയം, നിങ്ങൾ പ്രീമിയം ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ എ പീരീഡ്, അതായത് ഒരു പീരീഡ് ഉണ്ട്, അതിനുശേഷം അത് ചിലപ്പോ മെച്യൂരിറ്റി ഡേറ്റിലാകാം, അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാകുമ്പോഴാകാം, ആക്സിഡന്റ് ആണോ, വിച്ചെവർ ഒക്കേഴ്സ് ഏർലിയർ, ആദ്യം ഉണ്ടാകുന്നത് ഏതാണോ അത് നമ്മൾ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് തരാം. ഓൺലി ആഫ്റ്റർ പേയിങ് ആൻ എമൗണ്ട് ഓഫ് പ്രീമിയം. ഒരു നിശ്ചിത തുക പ്രീമിയമായിട്ട് അയച്ചാൽ തന്നുകൊള്ളാം എന്നുള്ള ഒരു ഗ്യാരണ്ടി, ഒരു ഉറപ്പ് കൊടുക്കുന്ന ഒരു കരാറിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കാം. അത് മറ്റൊരു ടേം ആണ്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇത്രയും വരെ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലെയിം ആണ്. ക്ലെയിം എന്താ? അപ്പൊ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം പൈസ ഇങ്ങനെ റെഗുലർ ആയിട്ട് മാസത്തിലാണോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴാണോ നമ്മളിങ്ങനെ എന്താ പറയാ അടയ്ക്കും. അടച്ചതിന് ശേഷം ഇഫ് എനി ലോസ് ഒക്കേഴ്സ് ടു അസ്, നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നു, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ആൻഡ് ഇറ്റ് ഈസ് ടു ബി നോൺ ടു ദ ഇൻഷുറൻസ് കമ്പനി. നമ്മളത് അറിയിക്കണം. ആരെ അറിയിക്കണം? എന്തെങ്കിലും ഇത് വെച്ച് നോക്കിയൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ എന്തെങ്കിലും രോഗം വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, സോ എനിക്ക് അതിന്റെ ക്ലെയിം കിട്ടണം. ബിക്കോസ് ഐ ഹാവ് ടേക്കൺ എ പോളിസി. ഞാൻ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ, മെഡിക്ലെയിം പോളിസി ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ചെലവുകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ ഇൻഷുറൻസ് കമ്പനി. അത് ആരെ അറിയിക്കണം? ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. അവർക്കല്ലാതെ അറിയാൻ പറ്റുമോ? ഇല്ല, നമ്മളത് ഇൻഫോം ചെയ്യണം. അതിന്റെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് അവർ ഒരു പരിശോധനയൊക്കെ നടത്തി. പരിശോധന നടത്താന്ന് വെച്ചാൽ നമ്മുടെ രോഗത്തെ പരിശോധിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് രോഗത്തിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്ത് എത്ര എക്സ്പെൻസുകളൊക്കെ വരുന്നുണ്ട്, അതിൽ എത്ര എക്സ്പെൻസ് നമുക്ക് കവറേജ് ആയിട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഇന്റിമേറ്റ് സച്ച് ഇൻസിഡന്റ് ടു ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനീനെ അറിയിക്കും. അങ്ങനെ അറിയിക്കുന്ന ആ ഒരു, എന്നിട്ട് എനിക്ക് ഇത്ര നഷ്ടം വന്ന് ഇത്ര ചെലവായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എന്ന് പറയുന്ന ആ ഒരു റിക്വസ്റ്റ് ആണ്. ആ ഒരു എന്താ പറയാ ക്ലെയിമിനെ നമ്മൾ പറയുന്നത് എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ബൈ an insurer for a loss covered by a policy. ഒരു പോളിസിയിൽ കവർ ചെയ്തിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ നഷ്ടം തരാൻ വേണ്ടി ആവശ്യപ്പെടലാണ്. ആരാണ് ആവശ്യപ്പെടേണ്ടത്? ഇൻഷുർഡ് ആവശ്യപ്പെടണം. ആരോട് ആവശ്യപ്പെടണം? ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനിയോട് ആവശ്യപ്പെടണം. ആ ആവശ്യപ്പെടലാണ് അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് ആണ്, ആ അപേക്ഷയാണ് നമ്മള് ക്ലെയിം എന്ന് വിളിക്കുക. എന്താണ് ക്ലെയിം എന്ന് മനസ്സിലായി? ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തിട്ടുണ്ട്, എനിക്ക് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും പോളിസി ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയ എന്തെങ്കിലും രോഗമായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡന്റ് വന്നു, അപ്പൊ എനിക്ക് എന്തെങ്കിലും കാലിനോ മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഫ്രാക്ചർ ഒക്കെ വന്നു, അതിന് ഒരുപാട് ചെലവുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നു അതിന്റെ എമൗണ്ട്. അപ്പൊ ഞാനത് ഇന്റിമേറ്റ് ചെയ്യണം എന്റെ ഇൻഷുറൻസ് കമ്പനിയോട്. അപ്പൊ അവര് വന്നിട്ട് ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്തോ, നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ മറ്റു കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എത്ര എമൗണ്ട് നമുക്ക് പേര് തരും,
അതിനൊരു നമ്മൾ എടുത്തിരിക്കുന്ന സം അഷ്വേർഡിന് ഒരു എമൗണ്ട് ഉണ്ട് അല്ലെ. ഇത്ര രൂപയുടെ പോളിസി എടുത്തേക്കണേ, 2 ലക്ഷം രൂപയുടെ ആകാം, 1 ലക്ഷത്തിന്റെ ആകാം, 10 ലക്ഷത്തിന്റെ ആകാം. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് അഷ്വേർഡ്. എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കവറേജ് എന്ത് ചെയ്യും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി തരും. അതിന്റെ അഭാവമാണ് 1 ലക്ഷം രൂപയുടെ കവറേജ് എടുത്തിട്ട് 10 ലക്ഷം രൂപ നമുക്ക് ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുക ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇൻഷുർ ചെയ്തിരിക്കുന്ന എത്ര എമൗണ്ടിനാണോ ആ ഒരു കവറേജിലുള്ള പോളിസിയുടെ എമൗണ്ട് നമുക്ക് തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു റിക്വസ്റ്റിനെയാണ് ക്ലെയിം എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എന്താണ് ക്ലെയിം എന്ന്? ആൻഡ് ദ ക്ലെയിം ഈസ് ഡിവൈഡഡ് ഇൻടു 2. 2 തരത്തിലുള്ള ക്ലെയിം ഉണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും ആൻഡ് ദ തേർഡ് പാർട്ടി ക്ലെയിമും. അപ്പൊ സെക്കൻഡ് പാർട്ടി അവിടെ പോയെന്ന് ചോദിക്കരുത്. ഫസ്റ്റ് പാർട്ടി ഈസ് ദ പാർട്ടി ഇൻഷുർഡ് ഇറ്റ്സെൽഫ് ഹിംസെൽഫ് ഓർ ആ ഒരു കമ്പനിയോ ബിസിനസ് ആരാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അവരെയാണ് ഫസ്റ്റ് പാർട്ടി എന്ന് വിളിക്കുക. അതായത് ഞാനിപ്പോ ഒരു ഇൻഷുറൻസ് എടുത്തു, ഞാനാണ് അവരുടെ ഫസ്റ്റ് പാർട്ടി. ആൻഡ് സെക്കൻഡ് പാർട്ടി ഈസ് ഒബ്വിയസ്ലി ഇൻഷുറൻസ് കമ്പനിയാണ്. രണ്ടാം പാർട്ടി നമ്മുടെ എന്താ പറയാ പ്രീമിയം തുക വലിയ എമൗണ്ട് ആയിരിക്കുമോ എന്നാണ്. പ്രീമിയം തുക ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സം അഷ്വേർഡ്. അതായത് നമ്മൾ എടുക്കുന്ന പോളിസി എത്ര രൂപയുടെയാണോ അതനുസരിച്ച് പ്രീമിയം തുകയിൽ മാറ്റം വരും. ചെറിയ പോളിസി ആണെങ്കിൽ ചെറിയ എമൗണ്ടുകൾ മാസത്തവണകളായിട്ടോ ക്വാർട്ടർലി ആയിട്ടോ അടച്ചാൽ മതി. വലിയ പോളിസി എടുത്താൽ വലിയ എമൗണ്ട് ആയിരിക്കും മാസം മാസം നമ്മൾ അടച്ചുകൊണ്ട് വരിക. അല്ലെങ്കിൽ ചിലർക്കൊക്കെ ആനുവലായിട്ട് ഒറ്റയടിക്ക് ഓരോ മാസം ഇപ്പൊ ആനുവലായിട്ട് ഒരു വർഷത്തില് ഇപ്പൊ ചിലപ്പോ ആദ്യത്തെ 10 വർഷം അടച്ചാൽ മതി. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ അടയ്ക്കേണ്ട. പിന്നെ അത്ര ചിലപ്പോ 15 വർഷം കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി പൈസ ആയിട്ട് കിട്ടുന്ന പോളിസീസ് വരെയൊക്കെ ഉണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് പോളിസീസ് ഉണ്ട്. ആ പോളിസീസിന്റെ ടൈപ്പിലേക്കും നമുക്ക് ആവശ്യമില്ല പോകണ്ടേ. നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മളുടെ നഷ്ടത്തെ, നമ്മുടെ രോഗത്തിന് നമുക്ക് കിട്ടേണ്ട മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്ത് തരുന്ന ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു ഫെസിലിറ്റി എന്ന് പറയാം, ഒരു കോമ്പൻസേറ്റിംഗ് ഫെസിലിറ്റി ആണ് ഇൻഷുറൻസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലെയിം വെച്ച് നമ്മളുടെ പൈസ നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിമിലൂടെ നമുക്ക് നേടിയെടുക്കാം. എത്ര ഇൻഷുർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണോ അതുവരെയുള്ള മാക്സിമം ലിമിറ്റ് ഓഫ് കവറേജ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ക്ലെയിംസ് തന്നെ 2 രീതിയിലുണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമാണ്. ഇപ്പൊ എന്താണ് തേർഡ് പാർട്ടി? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടി മീൻസ് ദ ഇൻഷുർഡ് ആണ്. ഞാനിപ്പോ ഒരു പോളിസി എടുത്താൽ ഞാനാണ് അതിനകത്ത് ഫസ്റ്റ് പാർട്ടി. സെക്കൻഡ് പാർട്ടി ഇസ് ദ ഇൻഷുറൻസ് കമ്പനിയാണ് സെക്കൻഡ് പാർട്ടി. തേർഡ് പാർട്ടി ആരാണ് പറയാം. അതിന് മുമ്പ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താ? That means the claims made by our own insurance company. നമ്മുടെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ആവശ്യപ്പെടുന്നത്. അതായത് എനിക്കിപ്പോ ഒരു ഡിസീസ്, ഒരു ആക്സിഡന്റ് വന്നു, എനിക്ക് എന്റെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇത്ര ദിവസമായിട്ട്, അപ്പൊ എനിക്ക് എന്റെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചെലവ് വന്നിട്ടുണ്ട്. സോ എനിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്യുന്നത് പറഞ്ഞ് നമ്മൾ ഇന്റിമേറ്റ് ചെയ്യും കമ്പനീനെ. അപ്പൊ കമ്പനി അത് വിശദ വിവരങ്ങളൊക്കെ തിരക്കാനൊക്കെ അവർ വരും. അവരെന്തായാലും അവരൊരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരും. അപ്പൊ വന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം എമൗണ്ട് ഓഫ് എക്സ്പെൻസുകൾ അവിടെ ചെലവായിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് വണ്ടിക്കും മറ്റിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണോ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയൊക്കെ വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ളതുണ്ടെങ്കിൽ അതിനുള്ള ക്ലെയിമും ഒക്കെ കിട്ടണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ വന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. അതിനുള്ള ഇവാലുവേഷൻസ് ഒക്കെ നടത്തി അസസ്മെന്റ് ഒക്കെ നടത്തിയിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് വരും. അപ്പൊ ഞാൻ എന്റെ ആക്സിഡന്റിന് വേണ്ടി എനിക്ക് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ക്ലെയിം ചെയ്യുന്നു. അതിനെയാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. ഇനി തേർഡ് പാർട്ടി ക്ലെയിം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇപ്പൊ വണ്ടിയൊക്കെ പറയുന്നതാണ് ഏറ്റവും എളുപ്പം. ഈ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ അവര് തന്നെ ഇൻഷുറൻസ് കമ്പനിക്കാര് ഇൻഷുർ ചെയ്തിരിക്കുന്നതാണെങ്കിലേ അവര് എന്താ പറയാ നമ്മളോട് പറയും ഒരു തേർഡ് പാർട്ടി ക്ലെയിമും കൂടി എടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഈ വണ്ടിയൊക്കെ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാണല്ലോ. നമ്മൾ ഓടിച്ചുകൊണ്ട് എടുക്കുന്ന വണ്ടി നമുക്ക് മാത്രമല്ല ആക്സിഡൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വരുത്താം. നമ്മൾ ഇതുകൊണ്ട് എവിടെയെങ്കിലും തലയ്ക്ക് എത്തിയാലും മതി അല്ലെ. എല്ലാവരും മതിലിൽ കൊണ്ട് കയറുകയോ അല്ലെങ്കിൽ വല്ല ആളുകളും വഴി കൂടി പോണ ആൾക്കാർ ഇടിച്ചിട്ടോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വണ്ടിയല്ലേ, ചിലപ്പോഴൊക്കെ നമ്മുടെ പറയാൻ പറ്റില്ല ഏതൊരു എന്താ വരികയെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോ വി ആർ ഹാമിങ് ദ അതർ പേഴ്സൺസ് ലൈഫ്. തീർച്ചയായിട്ടും മറ്റൊരാളുടെ ബോഡിക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വസ്തുക്കൾക്കോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ എന്തെങ്കിലും ആക്സിഡന്റുകൾ വരുത്താറുണ്ട്. നമ്മൾ തന്നെയല്ല, എല്ലാവരും വണ്ടി ഓടിക്കുന്നവരെല്ലാം തന്നെ. നമുക്കറിയാം വണ്ടിയില് റോഡില് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും വിചാരിക്കേണ്ടത് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവർ എന്ന് തന്നെയാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുക, എന്നിട്ട് അതുപോലെ ഓടിക്കുക വണ്ടി അല്ലെ. അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഓടിക്കുക. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാന്ന് വിചാരിക്കാം. ബിക്കോസ് എല്ലാവരും കെയർലെസ് ആയിട്ടൊക്കെയാണ് ഇന്ന് വണ്ടി ഓടിക്കുന്നത്. എല്ലാവരും അബദ്ധങ്ങളെ അപ്പൊ എല്ലാവർക്കും പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആക്സിഡൻസിൽ ഇപ്പൊ ചിലപ്പോൾ നമ്മളുടെ വണ്ടിയിൽ തട്ടിയിട്ട് വേറൊരാൾ വീണു, നമുക്കും പരിക്ക് പറ്റി, ആൾക്കും പരിക്ക് പറ്റി അല്ലേ.
അപ്പൊ നമുക്ക് മാത്രം ക്ലെയിം തന്നാ പോരാ, അതാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. മറ്റേ ആൾക്കും അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ആൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന രീതിയിലുള്ള എന്തെങ്കിലും പരിക്കുകൾ പറ്റി, കാലൊടിയോ കൈയൊടിയോ ഒക്കെ ചെയ്തു. അപ്പൊ ആ ആൾക്കും കൂടി നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എന്ത് കൊടുക്കേണ്ടി വരും? ക്ലെയിം കൊടുക്കേണ്ടി വരും. ആ നഷ്ടം കൂടി പരിഹരിച്ചു കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അതാണ് തേർഡ് പാർട്ടി. നമ്മുടെ വാഹനം മൂലം വിനോയ് ഭയങ്കര സൂക്ഷിച്ചാൽ വണ്ടി ഓടിക്കാന്ന്. വെരി ഗുഡ്, നല്ല കാര്യമാണ്. വളരെ ശ്രദ്ധിക്കണം. കാരണം പുറകിലിരിക്കുന്ന ചില ആളുകൾ ഇങ്ങനെ പറയില്ലേ, ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലേ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പറയേ ഇത്ര സ്പീഡുള്ള അമ്മ ഇങ്ങനെ പോണേ അങ്ങനെ പോണേ, അവര് നമ്മളെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യും. നമുക്ക് ആവശ്യമില്ല, പറയും പുറകിൽ ഓടിക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്നാൽ മതി, മുമ്പിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അങ്ങനെ ഓടിച്ചോളും അല്ലെ. അവര് ഡയറക്ഷൻ തരും നമ്മളോട്, അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്ത് പല്ല് പോകണം. നമ്മുടെ മുകളിലേക്ക് പോകാൻ നമുക്ക് പെട്ടെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോയാലും മതി, എനിക്ക് അത്ര ധൃതിയില്ല, എന്റെ സമയത്തിന് എനിക്ക് എത്തണം എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി സമയത്തിന് തന്നെ ഞാൻ കൃത്യമായിട്ട് ഇറങ്ങുകയും ചെയ്യും. ആ കാര്യത്തിൽ 5 മിനിറ്റ് മുമ്പ് ഇറങ്ങിയാലും 5 മിനിറ്റ് വൈകി ഞാൻ സ്ഥലത്ത് ഇറങ്ങാറില്ല എന്നുള്ളതാണ്. കാരണം ബി പങ്ക്ച്വൽ അതെന്ന് പറയുന്നത് നമുക്കൊരു പോളിസിയാണ് എല്ലായിടത്തും. അല്ല ചില ആളുണ്ട് എവിടെ പറഞ്ഞാലും വൈകിയേ ചെല്ലുള്ളൂ, 5 മിനിറ്റ് കഴിയട്ടെ, അവിടെ ഇപ്പൊ തുടങ്ങിയുള്ളൂ എന്നൊക്കെ അല്ലെ, അങ്ങനെ ചിന്തിക്കും ചില ആൾക്കാർ. അങ്ങനെയില്ല. അപ്പൊ കൃത്യസമയത്തിന് എന്തായാലും ഞാൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് ഇറങ്ങി സ്ഥലത്ത് എവിടെയായാലും എത്തും. അതുകൊണ്ട് ആ ഒരു സമയം നമുക്ക് കിട്ടും വണ്ടി ഓടിച്ച് പോകാനായിട്ട്. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പിറകിലിരിക്കുന്നവരൊക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിർബന്ധിക്കും, വേണ്ട നമ്മൾ തന്നെയാണ് പെർഫെക്റ്റ് ഡ്രൈവർ എന്ന് വിചാരിച്ച് തന്നെ പോകണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള തേർഡ് പാർട്ടിക്കും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള എന്താ പറയാ ലോസ് കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കമ്പനി, ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് തരേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു ആക്സിഡന്റിന്റെ ചെലവ് കൂടി, മെഡിക്കൽ എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാകുന്ന ക്ലെയിം ആണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ട് ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ എഗെയിൻസ്റ്റ് അതർ പേഴ്സൺസ് കമ്പനി. മറ്റൊരാളുടെ ഇപ്പൊ എന്റെ വണ്ടി തട്ടി ഒരാൾ വീണു, ആൾക്കും പരിക്കുണ്ട്, എനിക്കും ഉണ്ട്. അപ്പൊ എന്റെ കമ്പനിയോട് ഞാൻ എന്റെ ക്ലെയിം ചോദിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞാൽ മതി ഇതേ ഇങ്ങനെ വന്നു, അപ്പൊ എനിക്ക് ക്ലെയിം കിട്ടും, എനിക്ക് വന്നിരിക്കുന്ന ആക്സിഡൻസിന് എനിക്ക് ക്ലെയിം കിട്ടും. പക്ഷെ മറ്റേയാളുടെ ക്ലെയിം കൂടി എന്ത് ചെയ്യുന്നു? ആള് ക്ലെയിം ചെയ്യും. അതല്ലേ, അത് എന്റെ കമ്പനിയോടെ ചോദിക്കുന്നത്, എന്റെ ഇൻഷുറൻസ് എന്റെ വണ്ടിയാണ് തട്ടി ആൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ക്ലെയിം ആണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കാം. അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതായത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആണെങ്കിലും തേർഡ് പാർട്ടി ക്ലെയിം വണ്ടികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. എല്ലാ ഇൻഷുറൻസ് മീൻസ് വണ്ടികളാണ്, വാഹനങ്ങളാണ് കുറച്ച് കൂടുതൽ. വാഹനങ്ങൾ അവര് പറയും, ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നെ ചിലപ്പോ പറയും മിക്കവാറും. ഇപ്പൊ ഒക്കെ അങ്ങനെയാണ്. കാരണം നമ്മളുടെ റോഡില് ഓടിക്കുന്നത് നമ്മൾ മാത്രമല്ലല്ലോ വാഹനം ഓടിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ വാഹനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ. ഇപ്പൊ ചില ആൾക്കാർ ബിൽഡിംഗ് ഒക്കെ, ഇപ്പൊ നമ്മുടെ ബാങ്കുകാരൊക്കെ ബിൽഡിംഗ് ഒക്കെ പണിയാനൊക്കെ ലോൺ കൊടുക്കില്ലേ, അന്നേരം ഓൾറെഡി ആ കൊടുക്കുന്ന ലോണിനകത്ത് അവർ ആ ബിൽഡിങ്ങിന് പണിതുകൊണ്ടിരിക്കുമ്പോ അതിനെ കൂടി ഇൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുണ്ടാകാവുന്ന ആ ബിൽഡിങ്ങിന് വരാവുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാ ഒരുപാട് ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ ഇൻഷുറൻസിൽ തന്നെ. പഴയ ഒരു രീതിയൊക്കെ മാറി, ഇപ്പൊ ഒത്തിരി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ക്ലെയിം രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടി നമ്മളോട് തന്നെ കമ്പനിയോട് ഹൗസിംഗ് ലോണിൽ ഉണ്ടെന്ന്, ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തേർഡ് പാർട്ടി ക്ലെയിം എന്താ പറയാ, നമ്മളുടെ ഒരാള് മറ്റൊരാളുടെ കമ്പനിയോട് ക്ലെയിം അവകാശപ്പെടുന്നതാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. കൂടുതലും മെഡിക്കൽ ക്ലെയിം തന്നെയാണ്. അത് ആക്സിഡൻസ് മൂലമൊക്കെ വരുത്തുന്ന ക്ലെയിമാണ് കേട്ടോ. ആക്സിഡന്റ് ഒക്കെ മൂലം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇതാണ്. ഓക്കെ, ഇനി എന്താണ്? എക്സ്ക്ലൂഷൻ ആണ് അടുത്ത ഒരു എന്താ പറയാ ടേം ആണ് എക്സ്ക്ലൂഷൻ. എന്നാൽ സം ഡിസീസസ് ഓർ സം മെഡിക്കൽ എക്സ്പെൻസസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ ലിസ്റ്റ്. ചില കണ്ടീഷൻസ്, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലൈസ്ഡ് ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ചില എക്സ്ക്ലൂഷൻസ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഇന്ന കാര്യങ്ങൾ ഈ ഇൻഷുറൻസിൽ പെടുത്തുന്നതല്ല എന്ന് പറഞ്ഞ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ്. ആ ഇൻഷുറൻസിന്റെ മറ്റു കാര്യങ്ങളിൽ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലൂഷൻസ്. നമുക്ക് കൂടുതൽ എക്സ്ക്ലൂഷൻസിനെ കുറിച്ചൊക്കെ വേറെ പറയുന്നുണ്ട്, അന്നേരം നമുക്ക് നോക്കാം. The specific conditions or circumstances enlisted in the policy that are not covered by the policy. അവിടെ വരെ മതി, അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. നോട്ട് കവേർഡ് ബൈ ദ പോളിസി എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട ബാക്കി ഭാഗം വേണ്ട. പോസിബിലിറ്റി ഓഫ് ലോസ് ഒന്നും ആവശ്യമില്ല. ആ കാര്യത്തിൽ അതിനകത്ത് വ്യക്തമായി പറഞ്ഞു. അതായത് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസോ സാഹചര്യങ്ങളോ നമ്മുടെ ലിസ്റ്റില്, പോളിസിയുടെ ലിസ്റ്റിൽ പറയാത്തത്, അങ്ങനെ ഉൾപ്പെടുത്താത്തത്, അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ എക്സ്ക്ലൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ വരെയുള്ളത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ,
ഇനി ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ കിട്ടാം? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻഷുറൻസ് കവറേജ് ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് ഇൻഷുർഡിന് വരുന്ന എല്ലാ ചെലവുകളും, മെഡിക്കൽ ആയിട്ടുള്ള ചെലവുകൾ, സർജിക്കൽ എക്സ്പെൻസുകൾ എല്ലാം തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ഉണ്ട്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ് അതുപോലെ തന്നെ സർജിക്കൽ എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ്. അതിനുള്ള എല്ലാ കോസ്റ്റുകളെയും കവർ ചെയ്യുന്ന പോളിസീസ് ആയിരിക്കും ഇതിലുള്ളത്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസിലുള്ളത്. ഇനി മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ട്. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ് പറയുന്നത്? ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ് ബേസ്ഡ് ഓൺ ദ മാക്സിമം സം അഷ്വേർഡ്. നമ്മൾ എടുക്കുന്ന പോളിസീന്റെ വാല്യൂ, സം അഷ്വേർഡ് എന്ന് പറയുന്ന ആ വാല്യൂ, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം വരുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ടേക്ക് കെയർ ചെയ്യുന്നതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ആ മെഡിക്ലെയിം ഇൻഷുറൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫോളോയിങ് തിങ്സ് ഹാവ് ടു ബി ടേക്കൺ ഇൻ ടു റിഗാർഡ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ ബേസ് ചെയ്തിട്ടുണ്ട്. മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടേണ്ട സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് താഴെ പറയുന്നവയാണ്. ഒന്ന്, ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, അതായത് പോളിസി എടുക്കുന്ന സമയത്തൊന്നും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ആരോഗ്യമുള്ള വ്യക്തിയൊക്കെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള രോഗം, തീർച്ചയായിട്ടും അതിന് ക്ലെയിം കിട്ടും. ഇൻ ദ ഇവന്റ് ഓഫ് എൻ ആക്സിഡന്റ്, നമുക്ക് പോളിസി എടുക്കുന്ന സമയത്ത് ആക്സിഡന്റ് സംഭവിച്ചുള്ള ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴും കിട്ടും. ഇൻ കേസ് ഓഫ് എനി സർജറീസ്, അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസിന് വിധേയമാകുമ്പോ റിക്വയർഡ്, അതായത് ഏതെങ്കിലും രോഗത്തിന് ഓപ്പറേഷൻ കൂടിയേ തീരൂ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ചെലവുകൾ, ആ പോളിസി പീരീഡിൽ നമുക്ക് ഉണ്ടാകുന്ന സർജറിക്കൽ എക്സ്പെൻസസ്, അതും നമുക്ക് ക്ലെയിം ആയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടുന്ന സിറ്റുവേഷൻസ്? മൂന്നെണ്ണമാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് സഡൻ ഇൽനെസ്, ഇൻ ദ കേസ് ഓഫ് ഇവന്റ് ഓഫ് ആക്സിഡന്റ്, ആൻഡ് ഇൻ ദ ഇവന്റ് ഓഫ് സർജറീസ് റിക്വയർഡ് ഫോർ എനി ഡിസീസ് വിച്ച് ഹാസ് അറൈസൺ ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ്. പോളിസി പീരീഡിനകത്ത് വന്നിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും രോഗങ്ങൾക്ക് നമ്മൾ സർജറി ഒക്കെ വിധേയമാകിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടുന്നതാണ്. അപ്പൊ ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് വരെയുള്ള എല്ലാ ടേമുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ആ 3 പോയിന്റുകൾ ഉൾപ്പെടെ കേട്ടോ. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്തിനൊക്കെയാണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 3 പോയിന്റ് ഉൾപ്പെടെ എവറിത്തിങ്, അത് മുഴുവനും ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോന്ന് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആവർത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മെഡിക്കൽ ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യയിലെ കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ്, ഇൻഷുറൻസ് ഫേമുകളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ പേര് മാത്രമായിട്ട് അങ്ങനെ പഠിക്കാം, പേര് വിശദീകരിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി എക്സ, ICICI പ്രൂഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെറ്റ് ലൈഫ് ഇന്ത്യ. ഇങ്ങനെ 5-6 ഇൻഷുറൻസ് കമ്പനികൾ പ്രധാനമായിട്ടും 6 പേര് കൊടുത്തിട്ടുണ്ട്. ഈ 6 പേരൊക്കെ പഠിക്കുക. കാരണം ഈ ഇൻഷുറൻസ് കമ്പനികൾ താഴെ പറയുന്നതിൽ ഏതാണ്, അല്ലാത്തത് ഏതാണ്, ഇതിൽ ഏതാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ 6 ഇൻഷുറൻസ് ഫേംസ് ഓഫ് ഇന്ത്യ അന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പ്രധാനപ്പെട്ട 6 പറഞ്ഞേക്കണേ. ഇതൊക്കെയാണ് അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി എക്സ, ICICI പ്രൂഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക് ആൻഡ് മെറ്റ് ലൈഫ് ഇന്ത്യ. ഇത്രയാണ് നമുക്ക് മേജർ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഫേംസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനീസിന്റെ ഫേമുകളുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിംഗ് ആൻ ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാ? പ്രധാനമായിട്ടും ഇത് എന്താ പറയാ, നേട്ടമാണോ അല്ലേ? നമ്മൾ കാശ് അടയ്ക്കുന്നു, നമുക്ക് അതിന്റെ ക്ലെയിം എന്തെങ്കിലും ഇത് ഇൻസിഡന്റ് വരുമ്പോ നമുക്ക് കിട്ടുന്നു. ഞാൻ അടച്ച കാശാണല്ലോ എനിക്ക് കിട്ടുന്നതെന്ന് അപ്പൊ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ നമ്മളറിയാം, എന്തെങ്കിലും ഒരു അസുഖം വന്ന് 10 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ അറിയാം, പോക്കറ്റ് കീറുന്നത് അറിയില്ല അല്ലെ? എ ഹ്യൂജ് എമൗണ്ട് ഈസ് സ്പെൻഡ് ഫോർ അവർ മെഡിക്കൽ എക്സ്പെൻസസ്. തീർച്ചയായിട്ടും വലിയ എമൗണ്ടുകൾ, തുകയാണ്. ഒരു ഇന്ന ടെസ്റ്റ്, ഇന്ന സർജറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, വലിയ എമൗണ്ട് ആണ്. ഇത് ഒറ്റയടിക്ക് നമ്മളുടെ പോക്കറ്റിൽ നിന്ന് ആ ഒരു എമൗണ്ട് പോകുന്നതാണ്. കുഞ്ഞു എമൗണ്ടുകളായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇട്ടിട്ട് അതെടുത്ത് നമുക്ക് ക്ലെയിം ആയിട്ട് തരുന്നതാണ്. ഏതായിരിക്കും കുറച്ചുകൂടി ബെനഫിഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ചെറിയ എമൗണ്ട് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക. നമുക്കറിയാം, ദ ഇൻകം ഈസ് റിസീവ്ഡ് ബൈ അസ്. നമുക്ക് കിട്ടുന്ന വരുമാനം മൊത്തത്തിൽ നമ്മൾ അപ്പൊ തന്നെ സ്പെൻഡ് ചെയ്യാണോ ചെയ്യുക? ഒരു സ്മോൾ പാർട്ട് വിൽ ബി സേവ്ഡ്. നമ്മൾ അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം എപ്പോഴും സേവ് ചെയ്ത് വെക്കും. എന്തിനാ? നമ്മുടെ ഫ്യൂച്ചർ നീഡ്സിനെ നമ്മൾ കണ്ടിട്ടാണ്. ചിലപ്പോൾ വീട് വെക്കാനായിരിക്കാം,
കുട്ടികളുടെ ഉപരിപഠനത്തിനായിരിക്കാം, ഹയർ സ്റ്റഡീസിനായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മക്കളുണ്ടെങ്കിൽ പെൺകുട്ടികളൊക്കെ വിവാഹം ചെയ്ത് കൊടുക്കാനായിരിക്കാം, അല്ലെ? ഇന്നൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ചില്ലറ കാശൊന്നുമല്ല. ഇപ്പൊ പിള്ളേരാണെങ്കിൽ നാട്ടിലങ്ങ് നിൽക്ക വേണ്ട, +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്രോഡിലേക്ക് പോകാണ്, അല്ലെ? അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ മണിയായിട്ട് വേണം. അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെക്കേണ്ട മറ്റൊരു തുകയാണ് ഇന്ന് നമ്മളുടെ രോഗങ്ങൾ. നമ്മൾക്കറിയാം ഇന്ന് വരുന്നത് ഏതൊക്കെ രീതിയിലാണ്, അല്ലെ? അതുപോലെ അപ്പൊ ഹ്യൂജ് എമൗണ്ട് ആർ സ്പെൻഡ് ടു ബി ഫോർ ഹോസ്പിറ്റലൈസേഷൻ, അല്ലെ? അപ്പൊ മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ ഒരുപാട് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇറ്റ് ലീഡ്സ് ടു ഫിനാൻഷ്യൽ ക്രൈസിസ്. കണ്ടാ, അത് എന്തിലേക്ക് നയിക്കും? നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. കാരണം എല്ലാവരുടെയും ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ എടുക്കാനുണ്ടാവില്ലേ? ഇനി ഉണ്ടെങ്കിലോ ഇങ്ങനെ മിച്ചം വെച്ച് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാശ് മുഴുവനോടെ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മളുടെ ആ എന്ത് ലക്ഷ്യത്തിനാണ് നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് അത് അവിടെ ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കും. ഓ, ആ കാശൊക്കെ എടുത്ത് ചെലവാക്കി, ഓക്കെ എന്ന് വരും, അല്ലെ? അതൊരു ഹ്യൂജമാണ്. അതേസമയം നമ്മൾ ഇങ്ങനെ ചെറിയ ഇൻഷുറൻസ് നമ്മൾ ഇന്ന് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതുപോലുള്ള എക്സ്പെൻസുകൾ നമുക്ക് പെട്ടെന്നായിരിക്കും നമ്മളിലേക്ക് വരിക. അപ്പൊ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് പുവർ പേഷ്യന്റ്, നമുക്കറിയാം എല്ലാവരും കോടീശ്വരന്മാരോ വലിയവരൊന്നുമല്ല. അപ്പൊ പുവർ പേഷ്യൻസ് they cannot afford such expenses. ഇത്ര വലിയ എമൗണ്ട് ഒക്കെ അവർക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈലി കോസ്റ്റ് ഹെൽത്ത് കെയർ സർവീസസിന് പുവർ പേഷ്യന്റ് കനോട്ട് അഫോർഡ്. അത് അവരെ നന്നായിട്ട് അഫക്ട് ചെയ്യും, അല്ലെ? അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇത്തരം ചെറിയ പ്രീമിയം എമൗണ്ടുകൾ ഇഫ് യു ആർ കീപ്പിംഗ് അപ്പാർട്ട്, തീർച്ചയായിട്ടും അത് ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇൻഷുറൻസ് സ്കീം ഒരു അഡ്വാൻറ്റേജസ് അല്ലേ? ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, പറയും. ഓക്കെ, അടുത്തെന്താ? കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. പോവർട്ടി എന്താ? ദാരിദ്ര്യം. ഇപ്പൊ ഭയങ്കര ഇന്ന് മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസ് ഒക്കെയാണ്, അല്ലെ? ഒത്തിരി അഡ്വാൻറ്റേജസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല ടെക്നോളജി ഒക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസ് ആണ് കൂടുതലുള്ളത്, അല്ലെ? അപ്പൊ അത്തരം ഹോസ്പിറ്റൽസിലൊക്കെ ഇല്ലേ പോകുമ്പോ തന്നെ നമുക്കറിയാം ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോയാലും കൺസൾട്ടേഷൻ ഫീസ് തുടങ്ങി അങ്ങോട്ട് ഒത്തിരി ചെലവുകൾ നമുക്ക് അത് വേണം. അത് ചില ഫാമിലീസിനെ ടു പോവർട്ടി, തീർച്ചയായിട്ടും അവരെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും. കാരണം അവർക്ക് ആകെ കൂടി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നീക്കിപ്പോക്കിന് പോലും കാശില്ല. അങ്ങനെ വരുമ്പോ അവരെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഇത്തരം അസുഖങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ. തീർച്ചയായിട്ടും ഒരു പരിധി വരെ അത്തരം സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് പറ്റുമെന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. Then also medical insurance coverage permits patients for negotiation. ഇനി അവിടെ വരുന്ന രോഗികൾക്ക് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഒന്ന് ഡിസ്കഷൻ ചെയ്യാൻ, അല്ലെ? ഒരു ചെറിയ ചർച്ചയൊക്കെ ചെയ്ത് അവരോട് ആലോചിച്ച് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്, കാരണം ഇൻഷുറൻസ് കമ്പനിയാണ് അതിന്റെ പേയ്മെന്റുകൾ കൊടുക്കുന്നത്. അപ്പൊ അത്തരം ഇൻഷുറൻസ് ഉള്ളവർക്ക് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാനും പറ്റും. അതും മറ്റൊരു അഡ്വാൻറ്റേജസ് തന്നെയാണ്. അല്ലെങ്കിൽ പാവപ്പെട്ടവരൊക്കെ ആണെങ്കിലേ ഇതിപ്പോ അങ്ങനെയാണല്ലോ, മെഡിക്ലെയിം ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ലോ കോസ്റ്റിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ മതി എന്നൊക്കെ വിചാരിക്കുമില്ല. തീർച്ചയായിട്ടും കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ പെർഫെക്റ്റ് ആയിരിക്കണം. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. കാരണം അത് ഇൻഷുറൻസ് കമ്പനി ഇടപെട്ടിട്ട് രണ്ട് രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല. ഏത് അസുഖത്തിന് പേഷ്യന്റിനാണ് അവിടെ നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഈ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇത്തരം ഇൻഷുറൻസ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. Health insurance also protects us from high unexpected cost. അപ്രതീക്ഷിതമായ വലിയ ചെലവുകളെ എതിരെ പ്രൊട്ടക്ട് ചെയ്യാനും ഇൻഷുറൻസിന് സാധിക്കും എന്നുള്ളത് മറ്റൊരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്, അപ്രതീക്ഷിത ചെലവ്. കാരണം പെട്ടെന്നുണ്ടാകുന്ന സുഖമൊക്കെ അതുപോലെ ആക്സിഡന്റ് ഒക്കെ അത് അപ്രതീക്ഷിത ചെലവ് തന്നെയാണ്. അപ്പൊ മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആൻഡ് ദി ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ് ടാക്സ് ബെനിഫിറ്റ് ആണ്. പിന്നെന്താ? ടാക്സ് ബെനിഫിറ്റ്. ഇതെന്താ ടാക്സ് ബെനിഫിറ്റ് ഇന്ത്യയുടെ കയറി വരാൻ കാരണം? അതായത് വെൻ വി ആർ പേയിങ് ദ പ്രീമിയം റെഗുലർലി, നമ്മളിങ്ങനെ പ്രീമിയം അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇൻഷുറൻസ് എടുക്കുമ്പോൾ. ചില ഇൻഷുറൻസ് എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന
പോവർട്ടി ലൈൻ, ബിലോ പോവർട്ടി ലൈനിലൊക്കെ വരുന്ന ആളുകൾക്ക് എടുക്കുന്ന ഇൻഷുറൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ, അതുകൊണ്ട് അന്നേരം പറയാം. ഓക്കെ, അപ്പൊ ഇത്തരം ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു എമൗണ്ട് പ്രീമിയത്തിന് കൊടുക്കുമല്ലോ. ദിസ് പ്രീമിയം എമൗണ്ട് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ദെയർ ടാക്സ്. അതായത് ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഈ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നവർക്ക് അവരുടെ ഇൻകമിന്റെ വരുമാനത്തിന്റെ ഇത്ര ഭാഗമാണ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഈ വരുമാനത്തില് നമ്മളിങ്ങനെ പ്രീമിയം ആയിട്ട് പൈസ അടയ്ക്കണില്ലേ, അത് അവിടെ നിന്ന് കുറയ്ക്കും. ആ പ്രീമിയം എമൗണ്ട് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കൊടുത്താൽ മതിയാകും. നോട്ടീസ് മനസ്സിലായ? അതുകൊണ്ടാണ് അതിനെ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് സം പീപ്പിൾ മേ ഹാവ് ടു ഗിവ് ടാക്സ്. അതായത് വരുമാനം, ചില ആൾക്കാർക്ക് എന്നിട്ട് പറയാ ഇൻകം ടാക്സ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻകമിനെ ബേസ് ചെയ്ത് ടാക്സ് കൊടുക്കണമെന്ന്. ചില ആൾക്കാർക്കാണ്, എല്ലാവർക്കും കൊടുക്കുന്ന കാര്യമല്ലോട്ട് പറയുന്നത്. ഇത് ആവറേജിന്റെ അബൌവിലൊക്കെ കാശ് ഒരുപാട് പൈസ ഇൻകം ആയിട്ട് സ്വീകരിക്കുന്ന ആളുകളാണ്. ഈ ടാക്സിനെ വെട്ടിക്കാനായിട്ട് ഇവര് എന്ത് ചെയ്യുന്നു? ഇൻകമിന് ടാക്സ് കൊടുക്കേണ്ടി ഇവർ ടാക്സ് വെട്ടിക്കാനായിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രീമിയം റെഗുലർ ആയിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ ആ പ്രീമിയം കൊടുക്കുന്ന എമൗണ്ട് ഈ നമ്മുടെ ഇൻകമിൽ നിന്ന്, ഇപ്പൊ നോക്കാം, 5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാള്, അയാളുടെ ഒരു വർഷം അയാൾ 1 ലക്ഷം രൂപ എന്ത് ചെയ്യുന്നത്? എന്താ പറയാ, പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത്. ഒരു വർഷം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കണേ 5 ലക്ഷം രൂപ ഇൻകമുള്ള. അപ്പൊ ഇങ്ങനെ ആ കൊടുക്കുന്ന പ്രീമിയം എമൗണ്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് ടാക്സ് കൊടുത്താൽ മതിയാണ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. ഏതുകൊണ്ട്? ഇൻഷുറൻസ് പോളിസിയും കൊണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ്, നേട്ടങ്ങളാണ്. ഒന്നുകൂടി പറയാം, അതിന്റെ മുഴുവൻ കഷ്ണമൊന്നും വേണ്ട, കുറച്ച് മതി. ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ് റിസൾട്ട് ഇൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒറ്റയടിക്ക് ഒരു എമൗണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ചെലവാക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് എത്തിക്കുന്നു. 2, കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. വലിയ വില കൂടിയ ചെലവേറിയ ഹോസ്പിറ്റൽ സർവീസസ് ഒക്കെ കിട്ടുമ്പോൾ ചില വീട്ടുകാരെ അത് പോവർട്ടി, ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. ചില ഇൻഷുറൻസ് ഓൾസോ പെർമിറ്റ്സ് പേഷ്യന്റ് ഫോർ നെഗോഷിയേഷൻ. കാര്യങ്ങൾ ചർച്ച ചെയ്തൊക്കെ കാര്യങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പെർമിഷൻ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ പേഷ്യന്റിന് കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഓൾസോ പ്രൊട്ടക്ട്സ് us ഫ്രം അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരാൻ ഹെൽത്ത് ഇൻഷുറൻസിന് സാധിക്കുന്നു. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. തീർച്ചയായിട്ടും നമുക്കും അതുപോലെയല്ല, അതായത് ഇത്തരം പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എടുക്കുമ്പോൾ അവർക്കും ക്വാളിറ്റി സർവീസസ് അഫോർഡബിൾ ആകും. കാരണം അല്ലാതെ കിട്ടൂല. ഭയങ്കര വില കൂടിയ, അയ്യോ നിങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ, അപ്പൊ കാശിനനുസരിച്ചുള്ള സേവനമേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യന്റ് ദോസ് ഹു ആർ പുവർ ഓൾസോ. ഓക്കെ, ആൻഡ് ടാക്സ് ബെനിഫിറ്റ്, ടാക്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയും അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? അതിന്റെ ഇടയ്ക്ക് എന്തോ ചോദിച്ചത്, ഒരാള് ഇൻഷുറൻസ് എടുത്താൽ അപ്പൊ തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടുമോ എന്നാണ് അല്ലെ. അതായത് ഇത്ര ഒരു ഡേയ്സ് ഉണ്ടാവും. ഒരു അത് അവരുടെ പോളിസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വിതിൻ ഇപ്പൊ ചിലപ്പോ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം 2 പ്രാവശ്യമൊക്കെ അടയ്ക്കണം എന്നൊക്കെ ഉണ്ട്. ചിലതിനാണ്, ചില പോളിസീസിന് അങ്ങനെയില്ല. അക്കോർഡിംഗ് ടു അത് ഇൻഷുറൻസിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഷുഡ് ബി ഫോളോഡ്. തീർച്ചയായിട്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കും ഇൻഷുറൻസ്. അതാ എഗ്രിമെന്റിൽ ഒരുപാട് എന്താ പറയാ, ഒരു ബോണ്ട് എടുത്ത് നോക്കുക നിങ്ങൾ. ഇൻഷുറൻസ് പോളിസി ഉള്ളവര് ആ പോളിസിയുടെ ബോണ്ട് എടുത്ത് നോക്കിയാലേ പറവശത്ത് കുറെ കുഞ്ഞുകുനാ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചൊക്കെ നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട, നമ്മൾ വായിച്ചിട്ടൊക്കെയാണ് റെഫർ ചെയ്തിട്ട് ശരി സൈൻ ചെയ്ത് പോളിസി എടുക്കണ്ടേ. അല്ലാതെ നമ്മൾ വേഗം ഒരു പോളിസി എടുക്കണം, വേഗം തന്നെ ഒരു ലോഡ് സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇനി എക്സ്പെൻസസ് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന ചെലവുകൾ ഏതൊക്കെയാണെന്നാണ്. എന്തൊക്കെ ചെലവുകൾ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കവർ ചെയ്യാത്തതുണ്ട്, കവർ ചെയ്യുന്നതുണ്ട് എന്ന് രണ്ടും പഠിക്കാനുണ്ട്. അപ്പൊ കവർ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. വേരിയസ് എക്സ്പെൻസസ് വിച്ച് ആർ കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് ആർ ഗിവൺ ബിലോ. ഒന്ന്, ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. പേഷ്യന്റിന് എന്താ പറയാ, ഹോസ്പിറ്റലൈസ്ഡ് ആയി അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് കിട്ടുന്ന ചെലവുകൾ. ഡ്യൂ ടു എനി ഇഞ്ചുറി ഓർ ഇൽനെസ്, എന്തെങ്കിലും തരത്തിലുള്ള മുറിവോ അല്ലെങ്കിൽ അസുഖമോ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കവേഴ്സ് ഫോളോയിങ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. താഴെ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ അവർ ഇൻഷുറൻസ് കമ്പനി വഹിക്കുന്നതാണ്. ഏതൊക്കെയാ? റൂം റെന്റ്,
നഴ്സിംഗ് എക്സ്പെൻസസ്, അത് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, റൂമിന്റെ റെന്റ്, ICUയിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജസ്, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഫീസ്, അങ്ങനെ എന്തെങ്കിലും, പിന്നെ സർജറി, എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട്, പിന്നെ മറ്റ് കോസ്റ്റുകളിനകത്ത് എന്ത് പെടുന്നറിയോ? സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മളുടെ എന്തെങ്കിലും എന്താ പറയാ സർജറി സമയത്ത് എന്തെങ്കിലും ചെറിയ എക്യുപ്മെന്റുകൾ വേണ്ടി വന്നു, അതപ്പോ ഫാർമസിയിൽ നിന്ന് നമ്മളുടെ കാശ് ഈടാക്കും. ഇതൊക്കെ അവിടെ അവർക്ക് ആ ഒരു പേഷ്യന്റിന് ഒറ്റയ്ക്ക് മേടിക്കാനേ പറ്റുള്ളൂ. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ. വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായതുകൊണ്ടാകാം നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ സർജറിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസോ എക്യുപ്മെന്റ്സോ എന്തെങ്കിലും ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന ചെലവ്. അതുപോലെ നമ്മളുടെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് അത് ഫാർമസിയിൽ നിന്നൊക്കെ മേടിച്ചോ പുറത്തുനിന്ന് കൊണ്ടുവന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചെലവ്, ഇതൊക്കെ ഇതിനകത്ത് പെടുന്നു. റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസ്, ICU ചാർജസ്, doctor consultation, surgery and other costs like surgical tools and diagnostic materials. ഇതൊക്കെയാണ് ഇൻപേഷ്യന്റിന് കിട്ടുന്ന കവറേജുകൾ. ഇത്രയും കാര്യങ്ങൾക്ക് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയ പേഷ്യന്റിന് കവറേജ് കിട്ടുമെന്ന് ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. പ്രീ മീൻസ് ബിഫോർ, അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ് വരുന്ന ചെലവുകൾ. അതിലേതൊക്കെ കവർ ചെയ്യും? ആ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്താൽ മതി നിങ്ങൾ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ മീൻസ് നമ്മുടെ ഒരു പേഷ്യന്റിനെ ഡോക്ടർ വന്ന് നോക്കി കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ വേണോ വേണ്ടേ തീരുമാനിക്കുക. അന്ന് അഡ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ചില എന്തെങ്കിലുമൊക്കെ ചെലവുകൾ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ പറയുന്നുണ്ട് ഡോക്ടർ കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, രോഗിയുടെ രോഗം എന്താണെന്ന് ചിലപ്പോൾ പരിശോധിച്ചൊക്കെ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ കുറെ ചെലവുകൾ ഉണ്ടാകും. അത് പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തി, ചിലപ്പോൾ ഭയങ്കര വലിയ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഒരാളെ കൊണ്ടുവന്നു, അപ്പൊ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുവരിക. അവിടെ ഡോക്ടർമാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, പല ടെസ്റ്റുകൾ നടത്തും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ടില്ല, കാഷ്വാലിറ്റിയിൽ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, പ്രിവെന്റീവ് സർജറീസ്, എന്തെങ്കിലുമൊക്കെ എന്താ പറയാ തടസ്സം, നമുക്ക് എന്താ പറയാ തടയേണ്ട വല്ല സർജറീസ് ഒക്കെ ഉണ്ടായിരിക്കും. ചില കാര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ള ചില പെട്ടെന്ന് നടത്തേണ്ട സർജറി, അതുപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, മെഡിസിൻസ്, ഇതെല്ലാം പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്നതാണ്. എന്തൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരിക എന്ന് പറയും, ചോദിക്കാറുണ്ട്. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനിൽ വരുന്ന ചെലവുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്തായിരിക്കും? ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ചെലവുകൾ എന്തൊക്കെയാ? ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷവും ചില എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷന് ശേഷമുള്ളത് എന്തൊക്കെയാണ്? ഹോസ്പിറ്റലൈസേഷൻ, കൺസൾട്ടേഷൻ, അതായത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നടത്തിയ കൺസൾട്ടേഷൻ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, മെഡിസിൻസ്, തെറാപ്പീസ്, ഡ്രഗ്സ്, ആ പേരുകൾ അങ്ങനെ ഓർക്കുക. ഇതെല്ലാം പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളാണ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളാണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് വേറെ, പോസ്റ്റ് വേറെ, അങ്ങനെ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ വേറെ, അങ്ങനെ പലതായിട്ടാണ് അത് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കണ്ടേ. എല്ലാം കൂടി കൂട്ടിക്കുഴക്കരുത്. പ്രീ, post in hospitalization. Okay. And also ambulance charges, അതും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ കവറേജിൽ വരുന്നുണ്ട്. That means if the patient has to be shifted from any place, ആക്സിഡന്റ് മറ്റൊക്കെ നടന്ന സ്ഥലത്ത് നിന്ന് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം. അത്തരം ചാർജസും നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ആംബുലൻസ് ചാർജസ്, ഇൻപേഷ്യന്റിന്റെ വേറെ കാര്യങ്ങളുണ്ട്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ വേറെ കാര്യങ്ങളുണ്ട്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വേറെ ഉണ്ട്. പിന്നെ എന്താ, ആംബുലൻസ് ചാർജസ് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി. Then daycare എന്താ, ഹെൽത്ത് പ്ലാൻ which covers all the procedures and treatment. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് 24 മണിക്കൂറിൽ താഴെയാണെങ്കിലും എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെ കിട്ടുന്ന കവറേജ്. ആ 24 മണിക്കൂറിനുള്ളിലൊക്കെ ഒരു ദിവസത്തെ ഒറ്റ ദിവസത്തേക്കൊക്കെ കിടത്തിയിട്ട് പോകുമല്ല. ഇപ്പൊ ചിലപ്പോ ആക്സിഡന്റ്, ചിലപ്പോ കാലിനൊക്കെ വല്ല ഫ്രാക്ചർ ഒക്കെ വന്നു, അപ്പൊ കാലത്ത് കൊണ്ടുവന്ന് അതിന്റെ ഓപ്പറേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോ വൈകുന്നേരം വരെയൊക്കെയോ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ ദീസ് വിൽ ബി കവേർഡ് അണ്ടർ ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതാണ്. 24 മണിക്കൂറിൽ കുറവായാലും ഡേ കെയർ ഫെസിലിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ഇതുപോലെ തന്നെ ഒരു ദിവസത്തിൽ എത്ര എമൗണ്ട് ചെലവായിട്ടുണ്ട് ആ ഒരു പേഷ്യന്റിന് വേണ്ടി, അതൊരു ലംസം എമൗണ്ട് ആയിട്ട്, എന്താ ലംസം ടുഗദർ, ഒരുമിച്ച് ഒറ്റയടിക്ക് ഒറ്റ പൈസയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ലംസം എമൗണ്ട് ഫോർ ഡേ ടു ഡേ ക്യാഷ് എക്സ്പെൻസ്.
ഇപ്പൊ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ചില മരുന്നുകൾ വാങ്ങിച്ചതോ, ചില എക്യുപ്മെന്റുകൾ വാങ്ങിച്ചതോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തതോ, ഗ്ലൂക്കോസ് വാങ്ങിച്ചു, ഗ്ലൂക്കോസ് കയറ്റി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം അതെല്ലാം കൂടി ഒരു ഒറ്റ എമൗണ്ട് ആയിട്ട് ലംസം ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷന്റെ സമയത്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻകം ബെനിഫിറ്റ്, മറ്റൊരു ബെനിഫിറ്റ് ആണ് ഇൻകം. അത് ഒരു തരം ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു കവറേജ് തന്നെയാണ്. ഇതെന്താണെന്നറിയാമോ? ഇപ്പൊ ഒരു ഫാമിലിയില്, ഉദാഹരണ സഹിതം പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഒരു ഫാമിലിയില് ഇൻകം എന്താ പറയാ ഏൺ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരാളുടെ വീട്ടില് ആളാണ് അവിടുത്തെ വരുമാന മാർഗം. ആ വരുമാന മാർഗം ഉണ്ടായിരുന്ന ഒരേ ആളായിരുന്നു. ആൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് മറ്റു കാര്യങ്ങളും പറ്റിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു വിചാരിക്കാം. അപ്പൊ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ, ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള. ഹോസ്പിറ്റൽ എക്സ്പെൻസ് മാത്രമല്ല മെഡിക്കൽ ഇൻഷുറൻസുകാര് കൊടുക്കുന്നേ പകരം ഈ ആള് ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇയാൾക്ക് കിട്ടുന്ന ഡെയിലി വേജസോ എന്താണോ അത് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഫാമിലിയും ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവപ്പെടും. കാരണം അവർക്കും എന്താ പറയാ, ചിലപ്പോൾ ഈ ഓരോ ദിവസവും കൊണ്ടുവരുന്ന വരുമാന മാർഗമായിരിക്കാം അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആൾക്ക് ജോലിയും ഇല്ല, ആള് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വീടുകാർക്ക് ഒരു ചെറിയ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ആ ഒരു ആളുടെ അഭാവത്തിൽ, ആളുടെ ആബ്സെൻസിൽ അവർക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളെയൊക്കെ എന്താ പറയാ ഓവർകം ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലംസം എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നു. മനസ്സിലായോ? അതാണ് എന്തെന്ന് വിളിക്കുക, ഇൻകം ബെനിഫിറ്റ്. സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ്. ഒരു അഡ്വാൻസ്ഡ് പ്ലാൻ ആണ്. എല്ലാ ഇൻഷുറൻസ് ഇതിനകത്തും ഇല്ല, ചിലതിനകത്ത് മാത്രമേ ഉള്ളൂ. പ്രൊവൈഡ് എ ലംസം എമൗണ്ട് ടു യുവർ ഫാമിലി ടു റീപ്ലേസ് ദ ഇൻകം ഫോർ ദ ഫാമിലി ഇൻ കേസ് ഓഫ് യുവർ ആബ്സെൻസ്. നമ്മളുടെ അഭാവത്തിൽ നമുക്ക് ഉണ്ടാകുന്ന വരുമാനത്തിന്റെ ആ ഒരു ഭാഗത്തിന്റെ ഒരു ചെറിയ എമൗണ്ട്, ഒരു ലംസം എമൗണ്ട് ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഇൻഷുറൻസ് കമ്പനി. അവിടുത്തെ ഹോസ്പിറ്റലിലെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് പുറമെ കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അതാണ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്നതിന്റെ കാരണം. അതാണ് അതിന് പുറമെ കൊടുക്കുന്നതാണ്. ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് അവർ നോക്കുന്നുണ്ട്, കൂടാതെ ഫാമിലിക്ക് ഒരു ലംസം എമൗണ്ട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതെല്ലാം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ട്, അതായത് നമുക്ക് എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ നമുക്ക് കിട്ടുന്ന കവറേജുകൾ ഈ പറയുന്നതിനൊക്കെയാണ്. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് ചാർജസ്, ഡേ കെയർ ട്രീറ്റ്മെന്റുകൾക്ക്, ഡേ ടു ഡേ ക്യാഷ് ട്രീറ്റ്മെന്റുകൾക്ക്, പിന്നെ അതുപോലെ തന്നെ ഇൻകം ബെനിഫിറ്റ്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തതിലേക്ക് പോയിക്കോട്ടെ. സിമ്പിൾ അല്ലേ ഇതൊക്കെ? ഓക്കെ, ഇനി IRDAI, അതിന്റെ ഫുൾ ഫോം നന്നായി പഠിച്ചു വയ്ക്കണം. Insurance Regulatory and Development Authority of India. Insurance Regulatory and Development Authority of India, IRDAI. ഇങ്ങനെ ചോദിക്കൂട്ടാ. IRDAI ഡി എന്ന് പറയുന്ന ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നതാ, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നതാ, അല്ലെങ്കിൽ ഐ എന്തിനെ സൂചിപ്പിക്കുന്നതാ? ഓക്കെ, ഐ എന്ന് പറയുമ്പോ 2 ഐ വരുന്നുണ്ട് അല്ലെ? ഇൻഷുറൻസും ഉണ്ട്, ഇന്ത്യയുണ്ട്. ഓക്കെ, അപ്പൊ എവിടെയുള്ള ഐ ആണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അതങ്ങനെ എക്സ്പാൻഡ് ചെയ്ത ആ ഫുൾ ഫോം പഠിച്ചു വെക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ IRDAI എന്ന് പറയുന്ന നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ആക്ട് ആണ്. ആ ഒരു അതോറിറ്റി ചില ഡിസീസസ്, ചില മെഡിക്കൽ കേസസ് ആർ എക്സ്ക്ലൂഡഡ് എന്ന് വെച്ചാൽ അവര് ചില കാര്യങ്ങൾക്ക് കവർ കൊടുക്കൂല എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ആൻഡ് വിച്ച് ആർ ദ, ഏതൊക്കെയാണത്? ഒന്ന് കോസ്മെറ്റിക് സർജറിയാണ്. കോസ്മെറ്റിക് സർജറി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ അപ്പിയറൻസിനെ എൻഹാൻസ് ചെയ്യാനാണ് അല്ലെ? നമ്മുടെ ബ്യൂട്ടി, സൗന്ദര്യവർദ്ധക സർജറീസ് ആണ് ഇതൊക്കെ. അപ്പൊ അതൊരു ആർഭാടം അല്ലേ, ലക്ഷറി അല്ലേ? ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ്, ഒരു ആവശ്യമാണ്, നമ്മളുടെ ആവശ്യകതയാണ്. ഓക്കെ, അതേസമയം കോസ്മെറ്റിക് സർജറീസ് എന്ന് പറയുന്നത് അതൊരു ആർഭാടമാകും. എന്ന് വെച്ചാൽ നമ്മുടെ നിലവിലുള്ള സൗന്ദര്യത്തില് എന്താ പറയാ കുറച്ച് വർധനവ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു ലക്ഷറിയായി മാറും. നമ്മൾക്ക് മനുഷ്യന്മാരുടെ ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്കറിയാം. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഘടന, അതിനകത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂട്ടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്നാൽ ഇത്തരം സർജറീസ്, കോസ്മെറ്റിക് സർജറീസ് എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും ഇൻഷുറൻസ് കവറേജ് ഇല്ലെന്ന്. ക്ലിയർ ആയോ പറഞ്ഞത്? പിന്നീട് IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, കൃത്രിമ ഗർഭധാരണം, അതിന് ഇൻഷുറൻസ് കമ്പനി കവറേജ് കൊടുക്കുന്നതല്ല. IVF,
വെട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വെട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, കൃത്രിമ ഗർഭധാരണത്തിന് കവറേജ് ഇല്ല. പ്രഗ്നൻസി ആൻഡ് അബോർഷൻ അതിനും കവറേജ് കൊടുക്കുന്നതല്ല. അപ്പൊ ഇതൊക്കെ കാണാതെ പഠിക്കണം. ഏതൊക്കെയാണ് IRDAI പ്രകാരം ഡിസീസസ് ഓർ മെഡിക്കൽ വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്തതാണ് കേട്ടോ. പിന്നെ മിസ്സലേനിയസ് ചാർജസ്, മറ്റ് പല തരത്തിലുള്ള ചാർജസ്. ആ മിസ്സലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് തൊട്ട് താഴെ കിടക്കുന്നത്. അത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, അല്ലാണ്ട് അതിന്റെ ആരോമാർക്ക് ഒന്ന് കെട്ടിക്കളഞ്ഞേക്കാം. മിസ്സലേനിയസിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യാതെ എന്താണെന്ന് അവിടെ പറയാണ്. മറ്റേതൊക്കെ വാക്ക് കേട്ടപ്പോ നമുക്ക് മനസ്സിലായില്ല. പ്രഗ്നൻസി, അബോർഷൻ, IVF, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, കോസ്മെറ്റിക് സർജറി എന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടപ്പോ മനസ്സിലായി. എന്താണ് മിസ്സലേനിയസ് ചാർജ് നമുക്ക് മനസ്സിലാകാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തേക്കണേ. ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്മിഷൻ ചാർജസോ അതുപോലെ രജിസ്ട്രേഷൻ ഫീസോ മറ്റേതെങ്കിലും സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി അതിന്റെ ചാർജസോ ഇതൊന്നും തന്നെ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് മെഡിക്കൽ കവറേജിൽ കിട്ടുന്നതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മിസ്സലേനിയസ് ചാർജസ് എന്ന ഹെഡിലാണ് അത് വന്നേക്കുന്നത്. അപ്പൊ മിസ്സലേനിയസ് ചാർജസ് ഉൾപ്പെട്ടിട്ടില്ല. ഓക്കെ, അതാണ്. പിന്നെന്താ ഹെൽത്ത് സപ്ലിമെന്റ്, അതും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സപ്ലിമെന്റ് എക്സ്പെൻസസ് ലൈക്ക് പ്രോട്ടീൻ ഷേക്ക്, അതായത് ആരോഗ്യം ആവശ്യമാണ് മനുഷ്യന് അല്ലെ. പക്ഷെ ഇത് എന്താ പറയാ കുറച്ചുകൂടി ഈ പ്രോട്ടീൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്, അത് എക്സ്ട്രാ ഒരു അഡീഷണൽ ഒരു ഇതാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത്. അപ്പൊ പ്രോട്ടീൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസുകൾ അതൊന്നും നമ്മുടെ ഇൻഷുറൻസ് കവറേജിൽ പെടുന്നതല്ല. ഹെൽത്ത് സപ്ലിമെന്റ് അങ്ങനെ ഓർക്കുക കേട്ടോ. ഹെൽത്ത് സപ്ലിമെന്റ്സ് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്. പിന്നെന്താ ഇന്ത്യയിൽ അത് മുഴുവനും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഹെൽത്ത് ഇൻഷുറൻസിൽ. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. പ്രീ എക്സിസ്റ്റിംഗ് എന്താ, വൈൽ വി ആർ ഒബ്റ്റൈനിങ് എൻ ഇൻഷുറൻസ് പോളിസി, നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഷുഡ് നോട്ട് ബി ഹാവിങ് എനി ഹെൽത്ത് ഇഷ്യൂസ്. നമുക്ക് അത്തരം എന്തെങ്കിലും രോഗങ്ങൾ നേരത്തെ കൂട്ടി ഉണ്ടാകാൻ പാടില്ല എന്നുണ്ട്. ചില ഇൻഷുറൻസ് കമ്പനിക്കാര് എന്തെങ്കിലും രോഗം ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ എന്തിനെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ. അതൊക്കെ ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. ചിലര് സർട്ടിഫിക്കറ്റ് തന്നെ സർട്ടിഫൈ ചെയ്ത് തരാൻ പറയും. ആ ഇൻഷുറൻസിന് നമുക്ക് സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. കാരണം ഞാനിപ്പോ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ രോഗമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യമില്ല. അത് നമ്മളിപ്പോ ഓറലി ഇങ്ങനെ പറയുന്നത് പോലെയാണ്. സോ ഇത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, ഒരു ഡോക്ടർ അത് സർട്ടിഫൈ ചെയ്ത് നമുക്ക് തരുമ്പോൾ അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇതായി മാറും അല്ലെ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഇൻഷുറൻസുകാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്താ പറയാ നേരത്തെ ഉള്ള രോഗങ്ങൾക്കുള്ള എന്താ പറയാ പോളിസി എടുക്കുന്ന സമയത്ത് സ്റ്റിൽ ദേ ആർ ഹാവിങ് എനി ഹെൽത്ത് ഇഷ്യൂസ്, അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യത്തിന് എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കിട്ടില്ല. ഉദാഹരണം അവിടെ പറയുന്നുണ്ട് BP, ബ്ലഡ് പ്രഷർ, അതുപോലെ ഡയബറ്റീസ്, അതൊന്നും ആർ നോട്ട് കവേർഡ് അണ്ടർ ദ ഇൻഷുറൻസ് പ്ലാൻസ്. ഇൻഷുറൻസ് പ്ലാൻസിൽ ഉൾപ്പെടുത്തുന്നതല്ല, ഇതൊന്നും കിട്ടില്ല. കാരണം അപ്പൊ ഇന്നാണെങ്കിൽ മിക്ക ആളുകൾക്കും ഈ പറഞ്ഞ രണ്ട് സാധനം ഉണ്ട്, BP ഉണ്ട്, ഷുഗറും ഉണ്ട് അല്ലെ, ഡയബറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഷുഡ് ബി അവരോട് പറഞ്ഞിരിക്കാം ഇൻഷുറൻസ് കമ്പനിയോട്. ആൻഡ് ദേ വിൽ ഗിവ് സം വെയിറ്റിംഗ് പീരീഡ് ഫോർ ദാറ്റ്. അപ്പൊ ആ ഒരു അങ്ങനെ ഉണ്ട് എന്ന് സംശയം തോന്നുന്ന ആളുകളിൽ നിന്നല്ലോ അവരൊരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യും. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് സമയം കൊടുക്കും. ആ പീരീഡിനുള്ളിൽ വിതിൻ ദാറ്റ് പീരീഡ് ഇഫ് ദേ ആർ നോട്ട് ഹാവിംഗ് എനി സിംറ്റംസ് ഓഫ് എനി ഡിസീസസ്, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും അവർക്ക് ആ ഒരു പീരീഡിനുള്ളിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പീരീഡിനുള്ളിൽ അവർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചികിത്സകൾ നടന്നു ക്ലെയിമിന് അവർ അവകാശപ്പെടുന്നില്ല എങ്കിൽ ആ ഒരു പീരീഡിനുള്ളിൽ തെളിയിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് കിട്ടുന്നതാണ് പിന്നീട്. ഓക്കെ, അപ്പൊ അതിന് ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട് 12 to 48 months ആണ്. 12 മുതൽ 48 മാസം വരെ ആ ഒരു ഗ്യാപ്പില് ആൾക്ക് രോഗമൊന്നും വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് അന്നേരം ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നീട് വരാം. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള വരുന്നതിനാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ ഇതൊന്നും കവറേജ് കിട്ടുന്നതല്ല. പിന്നെ ഒരെണ്ണാണ് സെൽഫ് ഹാം. സെൽഫ് ഹാം എന്താ, ഹാമിങ് അവർ സെൽഫ് ലൈഫ്സ് അല്ലെ, നമ്മളുടെ തന്നെ ജീവനെ നമ്മൾ ഹാം ചെയ്യുക എന്ന് വെച്ചാൽ ഉപദ്രവിക്കുക, ആത്മഹത്യാ പ്രവണത ഒക്കെ അല്ലെ. ആത്മഹത്യ ഒക്കെ ചെയ്തിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കുമോ എന്തായാലും ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, പോളിസിയുടെ ഒരു 2-3 പ്രീമിയം ഒക്കെ അടച്ചിട്ടുണ്ട്, 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തേക്കണം, അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെ നിങ്ങളാരും പേടിക്കണ്ട,
എന്റെ കാശ് നിങ്ങൾ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശക്കൊക്കെ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ടാവുമായിരിക്കും അല്ലെ. പേടിക്കുന്നു വേണ്ട, എന്റെ ആബ്സെൻസിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, കാരണം ഇൻഷുറൻസ് കമ്പനിക്കാർ കാശ് കൊണ്ട് തന്നോളും എന്ന് പറയും. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് ആ ഒരു എമൗണ്ട് കിട്ടുക. അതർവൈസ് എന്താണ്, നമുക്ക് എന്തെങ്കിലും മരണം സംഭവിക്കണം അല്ലെ, ഒന്നില്ലെങ്കിൽ മെച്യൂരിറ്റി ആകണം അല്ലെങ്കിൽ മരണം സംഭവിക്കണം. അങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് മെച്യൂർഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ വേഗം പോയി 1-2 മാസം കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വല്ല അറ്റംപ്റ്റ് നടത്തിയാലോ, സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിനെയാണ് സെൽഫ് ഹാം. എന്നിട്ട് നമ്മൾ പോളിസിക്ക് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല. സെൽഫ് ഹാം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻഷുറൻസ് കവറേജ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അത് എന്താ പറയാ, നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ തന്നെ ലൈഫിനെ നമ്മൾ സെൽഫായിട്ട് ഹാം ചെയ്യുന്നതല്ലേ, അതുകൊണ്ടും കിട്ടില്ല. ഓക്കെ, അപ്പൊ സെൽഫ് ഹാമോ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ IRDAI പ്രകാരം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രകാരം ഡിസീസസ് ഓർ മെഡിക്കൽ വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഓർക്കുക, കോസ്മെറ്റിക് സർജറി, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, miscellaneous charges, health supplements, pre-existing health conditions and self-harm. ഇത്രയാണ് പറഞ്ഞ 6 മറ്റേത് 2 എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് അവിടെ തന്നെ. ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെയാ മിസ്സലേനിയസ് ചാർജസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റ് പലതരത്തിലുള്ള ചെലവുകൾ സച്ചാസ്, അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ. ആ മിസ്സലേനിയസ് ചാർജസിന്റെ തൊട്ട് താഴെ അതർ ചാർജസ് ലൈക്ക് എന്ന് പറഞ്ഞില്ലേ, അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അത്, അല്ലാണ്ട് അത് അടുത്ത പോയിന്റ് അല്ല. അതും അതുപോലെ തൊട്ടടുത്ത ഹെൽത്ത് സപ്ലിമെന്റ്, അതും അതെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അതിന്റെ തൊട്ടടുത്ത് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അതെന്താന്ന് നമുക്ക് കുറച്ചും കൂടി വിശദമാക്കി തന്നേക്കുന്നതാണ് ആ എക്സ്പ്ലനേഷൻ. ക്ലിയർ ആയോ? ഓരോരോ ഞാൻ എടുക്കുന്നുള്ളൂ, ബിക്കോസ് നമ്മള് അധികം എടുത്തു. ഓക്കെ, 3 പേജസ് എടുത്തു. വലിയ പാടുള്ള ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു പോർഷനോ അല്ല. ഏതെങ്കിലും കാരണം നമ്മൾ ഇതൊക്കെ കുറെയൊക്കെ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമുണ്ട്. പുതിയതായിട്ട് ചിലതൊക്കെ നമുക്ക് ഇവിടെ താഴത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്നതൊക്കെ ഏതൊക്കെ പോളിസീസ് നേരത്തെ ചോദിച്ചല്ലോ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അവിടെ വരും. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നോ പോളിസി ഇല്ല കേട്ടോ. അതിനൊരു ഇതുണ്ട്, വിതിൻ ഇത്ര മന്ത്സ് എന്നോ അല്ലെങ്കിൽ ഇത്ര തവണ നമ്മൾ പോളിസി എമൗണ്ട് പ്രീമിയം അടയ്ക്കണമെന്നോ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പോളിസീസ്. പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും അത് കിട്ടുക. ഓക്കെ, അല്ലാതെ ഇന്ന് എടുത്തു നാളെ തന്നെ അങ്ങനെ ഇത്ര 1-2 പ്രാവശ്യമൊക്കെ അടച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അത് ചിലതിന് അപ്പൊ തന്നെ ഇന്ന് എടുത്തിട്ട് നാളെ മരിച്ചാലും കിട്ടുന്നതും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പുതിയതൊക്കെ ലേറ്റസ്റ്റ് ഒക്കെ കുറെ വന്നിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ. ഇൻഷുറൻസ് ഒക്കെ ഇങ്ങനെ കുറെ പ്രാവശ്യമൊക്കെ ഇങ്ങനെ പുതുക്കിയൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിന്റെ പോളിസീസിലും അതിന്റെ ടേംസിലും കണ്ടീഷൻസിലും ഒക്കെ വരുത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത ഭാഗം അടുത്ത ദിവസം എടുക്കാം. നമുക്ക് പിന്നെയും നമുക്ക് കുറെ അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. ESI, ലൈഫ് ഇൻഷുറൻസിന്. അതെ, നന്നായിട്ട് ആ ടേംസ് ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ടേംസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ടേംസുകള്, പിന്നെ കുറച്ച് ഇൻഷുറൻസ് കമ്പനിയുടെ പേരുകള്, പിന്നെ അഡ്വാൻറ്റേജസിന്റെ ഒക്കെ കുഞ്ഞു കഷ്ണമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. ഇത് എളുപ്പമുള്ള പാഠമല്ലേ? അസുഖം എന്ന് വെച്ചാലും കിട്ടും, മരിച്ചാലും കിട്ടും. മെച്യൂരിറ്റി ആണോ അല്ലെങ്കിൽ മറ്റേതാണോ ആദ്യം സംഭവിക്കുന്നത്, എപ്പോഴാണോ, വട്ട് എവർ ഈസ് ഏർലിയർ, ആദ്യം നടക്കുന്ന എന്താണോ ആ സമയത്ത് നമുക്ക് മെച്യൂർഡ് എമൗണ്ട്, സം അഷ്വേർഡ് അതിന് ഈക്വൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര എന്താ പറയാ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് മെച്യൂർഡ് ആയി കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള എമൗണ്ട്. അത് ഓരോന്നും അതിന്റെ ഒരു വാല്യൂ ഉണ്ട്, അവർ കണ്ടുപിടിക്കുന്ന ഒരു വാല്യൂ ഒക്കെ ഇക്വേഷൻ ഒക്കെ ഉണ്ട് തോന്നുന്നത് അതിന് ചെയ്യാനായിട്ട്. അതൊക്കെ നോക്കിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനി എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടും അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യാം കേട്ടാ. സിമ്പിൾ അല്ലേ? ചാപ്റ്റർ സിമ്പിൾ അല്ലേ? അറിയൂ. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് വായിച്ചു നോക്കാം. ഞാൻ അവിടെ വരെ എടുക്കുന്നുള്ളൂ, ബിക്കോസ് ഇനി എടുക്കാൻ എന്നാലും നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ഇൻഷുറൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കേട്ടിരിക്കാനും പറയാനും എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ചിലപ്പോ നമുക്ക് ഇങ്ങനെ ചത്ത പോലെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ. ഓക്കെ, സീ യു ബൈ. താങ്ക് യു.